നമസ്കാരം. കിംസ് പവർ വോയ്സിൻ്റെ വേറൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഡോക്ടർ സുബിൻ ജോസഫ്, കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവിയാണ്. എന്താണ് പ്ലാസ്റ്റിക് സർജറി എന്നും മെഡിസിനിൽ പ്ലാസ്റ്റിക് സർജറിയുടെ റോൾ എന്താണെന്നും നമുക്ക് ഡോക്ടർ സുബിൻ സാറിനോട് ചോദിച്ച് നോക്കാം. സർ, ആദ്യം തന്നെ എന്താണ് പ്ലാസ്റ്റിക് സർജറി? പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് വേർഡ് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വന്നതാണ്. അതായത് ഷേപ്പ് ചെയ്യുക അല്ലെങ്കിൽ മോൾഡ് ചെയ്യുക എന്നാണ് അതിനർത്ഥം. അപ്പോൾ അതായത് ഒരു അറ്റുപോയ ഭാഗം തുന്നിച്ചേർക്കുക. ഇനി ആ ഭാഗം തുന്നിച്ചേർക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അതുപോലെ രൂപത്തിലുള്ള ഒരു സാധ്യമായ ഒരു അവയവത്തെ പോലെ ഇരിക്കുന്ന റിസംബിൾ ചെയ്യുന്ന ഒരു പാർട്ട് ആ ഭാഗത്തെ നഷ്ടം നികത്താനായി വെച്ച് കൊടുക്കുക. ഇനി അല്ലെങ്കിൽ ഒരു അവയവത്തിൻ്റെ ഭാഗം നമ്മൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ ഭംഗി കൂട്ടാം. ഇനി അതിന് വലിയ സൈസ് കൂടുതലാണെങ്കിൽ സൈസ് കുറയ്ക്കാം, സൈസ് കുറവാണെങ്കിൽ സൈസ് കൂട്ടാം. അങ്ങനെ പല രീതിയിലും പ്ലാസ്റ്റിക് സർജറിയിൽ ചെയ്യാം. ഇനി ഒരു ഭാഗം നമുക്കില്ലാണ്ട് പോവുക, അപകടത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിന് കാരണമോ ആ ഭാഗം എടുത്ത് കളയേണ്ടി വരുവാണെങ്കിൽ ആ ഭാഗം തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് ശ്രമിക്കാം. ഇതാണ് പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ചുള്ള ഒരു ജനറൽ ഔട്ട്ലൈൻ. പല ആക്സിഡൻറ്റ് കേസുകൾ വരാറുണ്ട്. ഈ ആക്സിഡൻറ്റ് കേസസിൽ പ്ലാസ്റ്റിക് സർജറിയുടെ റോൾ എന്താണ് സർ? നമ്മുടെ ആക്സിഡൻറ്റ് കേസുകളിൽ തല മുതൽ കാല് വരെയുള്ള തൊലിപ്പുറമെയുള്ള എല്ലാ മുറിവുകളും നമ്മൾ പ്ലാസ്റ്റിക് സർജറിയിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിപ്പോൾ തലയിലാണെങ്കിൽ ഇപ്പോൾ ഹെഡ് ഇഞ്ചുറിയുടെ കൂടെ ചിലപ്പോൾ ദശ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വലിയ മുറിവുകളായിരിക്കും, അവിടെ ബ്ലീഡിങ് ആയിട്ടുണ്ടാവും, അത് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ ദശ തുന്നുക. നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കുന്നത് മുഖത്തെ മുറിവുകൾക്കാണ്. അവിടെ വളരെ പാട് കുറഞ്ഞ രീതിയിൽ നമുക്ക് ദശ റിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ അതിന് താഴേക്ക് വരുവാണെങ്കിൽ കൈകളിലെയും കാലുകളിലെയും മുറിവുകൾ, പ്രത്യേകിച്ച് ചലനവള്ളികൾ, പിന്നെ രക്തക്കുഴലുകൾ, ഞരമ്പുകൾ, നാഡികൾ, അല്ലെ മാംസപേശികൾ, അല്ലെ ദശ പോകുക, ഇതൊക്കെയാണെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ രീതിയിലേക്ക് തന്നെ വരാം. അതായത് മുറിവ് ഉണങ്ങി അതിൻ്റെ ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഫങ്ഷൻ റീഗെയിൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പ്ലാസ്റ്റിക് സർജറിയിൽ അവൈലബിൾ ആണ്. തീപ്പൊള്ളൽ, അത് പല രീതികളിലും തീപ്പൊള്ളലേക്ക് ഏറ്റ് പേഷ്യൻസ് വരാം. ഒരു തീപ്പൊള്ളലേറ്റ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു പ്ലാസ്റ്റിക് സർജൻ കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? ഇപ്പോൾ തീപ്പൊള്ളലേറ്റ് വരുവാണെങ്കിൽ അത് ഏത് പ്രായക്കാരാണെങ്കിലും നമുക്ക് ഇനീഷ്യൽ എമർജൻസി മെഡിസിനിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മുറിവിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ റോൾ അവിടെ ഉണ്ടാവുക. അപ്പോൾ ആ മുറിവ് ഏറ്റവും പാട് കുറഞ്ഞ രീതിയിൽ ചികിത്സിക്കുക എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു ലെവലിൽ കൂടുതൽ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ, ഏറ്റവും ഉപരിതലത്തിലുള്ള പൊള്ളലാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2-3 ആഴ്ചകൾ കൊണ്ട് തന്നെ അത് ഉണങ്ങിയിരിക്കും. അതിൽ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്ന പൊള്ളലുകളാണെങ്കിൽ നമ്മൾ വേറെ എവിടുന്നെങ്കിലും ആ രോഗിയുടെ ശരീരത്തിൽ നിന്ന് തന്നെ ചർമ്മം എടുത്ത് വെച്ച് ആ മുറിവ് ഉണക്കേണ്ടതായിട്ട് വരാം. അതിന് ശേഷമാണെങ്കിലും ആ രോഗിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത രീതിയിലുള്ള ഫിസിയോതെറാപ്പി, കംപ്രഷൻ ഗാർമെൻറ്റ്സ് ഒക്കെ കൊടുക്കും. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് പലരുടെയും പൊള്ളി മുഖത്തോ അല്ലെങ്കിൽ കൈകളിലോ കാലുകളിലൊക്കെ പൊള്ളി കഴിഞ്ഞ്, എസ്പെഷ്യലി ജോയിൻറ്റ് സ്ഥലത്ത് പൊള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിച്ചിലുണ്ടാകുന്ന കൺട്രാക്ചേഴ്സ് ഉണ്ടാവും. അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡും നമുക്ക് അവൈലബിൾ ആണ്. ഇനി അത് ചികിത്സിക്കാതെ ഇരുന്നു അല്ലെങ്കിൽ കുറേ വൈകിപ്പോയിട്ടാണെങ്കിൽ ഇനി ആ കാര്യം, ആ കൺട്രാക്ചേഴ്സ് ചികിത്സിക്കാനുള്ളതും ഓപ്ഷൻസ് പ്ലാസ്റ്റിക് സർജറിയിൽ അവൈലബിൾ ആണ്. ഇപ്പം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, പ്രത്യേകിച്ച് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു മിക്സീൻ്റെ ഉള്ളിൽ അരവ് റെഡി ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കൈയൊക്കെ ഇട്ട് നോക്കുന്നു. അങ്ങനെ ഒരു ഭാഗം ചെത്തിപ്പോയിട്ടും മൊത്തമായിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ട് ചെത്തിപ്പോയ ഒരു ഭാഗമായിട്ട് വിരലിൻ്റെ തുമ്പായിട്ട് ചിലപ്പം വരാറുണ്ട് ഹോസ്പിറ്റലിൽ. അങ്ങനത്തെ ആൾക്കാർ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ അറ്റുപോയ വിരൽ എങ്ങനെയാണ് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്, ഹോസ്പിറ്റലിലേക്ക് വന്ന ശേഷം അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ വിരലിൻ്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ കൈയുടെ ഒരു ഭാഗമോ കൈപ്പത്തിയൊക്കെ അറ്റുപോയി കഴിഞ്ഞാൽ ആദ്യം അവർക്ക് പറ്റുമെങ്കിൽ ആ പാർട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക. നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് ഒരു നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് അതൊരു ഐസ് നിറച്ച കണ്ടെയ്നറിൽ ഇട്ട് കൊണ്ടുവന്നാൽ മതി. ഈ അറ്റുപോയ ഭാഗം ഡയറക്റ്റ് ഐസുമായിട്ട് കോൺടാക്റ്റ് വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു പ്ലാസ്റ്റിക് സർജറി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവർ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പം വിരലുകളുടെ അറ്റുപോയ മുറിവുകൾ ഈ മിക്സിയിൽ കുടുങ്ങിയിട്ടുള്ളതാണ് കൂടുതലും വരാറുള്ളത്. അതുപോലെ തന്നെ ചെറുപ്പക്കാരിൽ ബൈക്കിൻ്റെ ചെയിൻ ക്ലീൻ ചെയ്യുമ്പോൾ അവരുടെ വിരളയിൽ പെട്ടുപോകാറുണ്ട്.
അല്ലെങ്കിൽ അറ്റമൊക്കെ മുറിഞ്ഞു പോയത് വലിയ ചതവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പിടിപ്പിക്കാൻ പറ്റും. ഇനി ഒരുപാട് ചതഞ്ഞു പോയി, ഇനി അത് തിരിച്ചു പിടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും വീണ്ടും 1 മില്ലിമീറ്റർ പോലും നീളം കുറയാതിരിക്കാനുള്ള സർജറീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കാരണം കൈകളുടെ പ്രവർത്തനം നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ജോലിയിലാണെങ്കിലും ഡെയിലി ലൈഫിലുള്ളതാണെങ്കിലും കൈകളുടെ അറ്റത്തിൻ്റെ ഏറ്റവും നീളം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അത് വീണ്ടും 1 മില്ലിമീറ്റർ പോലും കുറയാതിരിക്കാനുള്ള ദശ എടുത്ത് വെച്ചിട്ടും അല്ലെ ദശ നീക്കി വെച്ചിട്ടുള്ള പ്രൊസീജിയേഴ്സ് വഴി നമുക്കത് ഏറ്റവും ഉള്ള നീളം നമുക്ക് നിലനിർത്താൻ കഴിയും. അപ്പോൾ എത്രയും അതൊരു സമയബന്ധിതമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വന്നാൽ അത്രയും നല്ലതാണോ രോഗികൾക്ക്, അല്ലെങ്കിൽ എപ്പം വേണമെങ്കിലും വന്നാലും അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഓഫർ? അങ്ങനെയല്ല, മുഴുവനായിട്ട് അറ്റു പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ വിരലുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം നമ്മുടെ ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്കൊരു 24 hours വരെ, മാക്സിമം 24 hours വരെ നോക്കാം. ഏറ്റവും വൈകും തോറും റിസൾട്ട്സ് മോശമാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോവുക എന്നുള്ളതാണ്. ഇനി മേജർ പാർട്ടിലേക്കാണ് ഈ അറ്റുപോകുന്ന ഭാഗങ്ങളിലെ ലെങ്തെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സർജറി ആരംഭിച്ചാൽ നല്ലതായിരിക്കും. സർ, വേറെ ഒരു തരം രോഗികളാണ് ഡയബറ്റിക് പേഷ്യൻസ്. ഈ ഡയബറ്റിസ് അനുഭവപ്പെടുന്ന ആൾക്കാർക്ക് അവർക്ക് കാലിലെ ചെറിയൊരു മുറിവ് ചിലപ്പം അത് വലിയൊരു അൾസറായിട്ട് വരെ മാറി എന്ന് വരാം. ചിലപ്പം അവർക്ക് ആ സെൻസേഷൻ അറിയാത്ത പക്ഷം അവർക്ക് ആ മുറിവിൻ്റെ ആഴം കൂടുന്നുവെന്ന് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. ഒരു പ്ലാസ്റ്റിക് സർജൻ എങ്ങനെയാണ് ഈ ഡയബറ്റിക് ഫുഡ്സിനെ മാനേജ് ചെയ്യുന്നത്? ഇപ്പം ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയൊരു ഫീൽഡാണ്. ഇപ്പോൾ അതിൽ നമ്മുടെ റോളെന്ന് പറയുന്നത്, ഇപ്പോൾ ഇവരിൽ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ സെൻസേഷൻ കുറവായിരിക്കും, അവർക്ക് സ്പർശനം കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ കാലിൽ മുറിവുകളുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ചികിത്സ എടുക്കണം. അതുപോലെ ഡെയിലി അവർ ഹൈജീൻ അല്ലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അല്ലെ കുളിക്കുന്ന സമയത്തെങ്കിലും ഓരോ ദിവസവും കാലിൽ നോക്കണം. മുറിവുകളുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാക്കി നടപടികൾ എടുക്കണം. നമ്മുടെ റോള് വരുന്നത്, ഇപ്പോൾ അതൊരു ഇച്ചിരി ആഴത്തിലുള്ള മുറിവായി അതിന് അഴുകിയ പോലെ ദശ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീനിങ് സർജറിയാണ് ആദ്യമേ ചെയ്യുക. ഒരു 1-2 ക്ലീനിങ് സർജറി ചെയ്തിട്ട് ആ മുറിവ് അവിടെ തന്നെ തുന്നി അടയ്ക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ മാക്സിമം തുന്നി അടയ്ക്കും. മാക്സിമം ഒരു വിരലുകളോ കട്ട് ചെയ്ത് കളയാതിരിക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കുക. അതിനുശേഷം ഇനിയിപ്പോൾ വിരലുകൾ കട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വരുവാണെങ്കിൽ ഏറ്റവും നീളം കുറയാതിരിക്കാനുള്ള കാര്യങ്ങളാണ് പിന്നീട് ചെയ്യുക. അതുപോലെ തന്നെ ഇവരിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഡെയിലി ഫുഡ് എക്സാമിനേഷൻ എന്നുള്ള കാര്യം. അതുപോലെ ഇവരുടെ എല്ലിൻ്റെ ഘടന തന്നെ വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ വെയിറ്റ് വരുന്ന ഒരു സ്ഥലമായത് കാൽപാദമായതുകൊണ്ട് അവരുടെ എല്ലുകളുടെ ഘടന മാറിയതുകൊണ്ട് അൾസർ വരാതിരിക്കാനുള്ള പ്രൊസീജിയേഴ്സ് പ്ലാസ്റ്റിക് സർജറിയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലിൻ്റെ ഘടന മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രഷർ പോയിൻറ്റ്സ് മാറാത്ത രീതിയിലുള്ള സർജറീസ്, ബോൺ സർജറീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ചലനവള്ളികൾ ഏറ്റവും വിരലുകളെ മടക്കിയിരിക്കുന്നതുകൊണ്ട് വിരലുകളുടെ തുമ്പിലെല്ലാം അൾസേഴ്സ് വരും. കുറച്ച് നാളുകൾക്ക് ശേഷം, കുറേ നാളത്തെ ഡയബറ്റീസ് ഉള്ള ആളുകളിലാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം അൾസേഴ്സ് വരാം. അങ്ങനെയാണ് അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ടെൻഡൻ സർജറീസും പ്ലാസ്റ്റിക് സർജറിയിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പം അൾസർ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് തന്നെ തുന്നി അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ചർമ്മം എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലും ദശ കൊണ്ടുവന്ന് വെച്ചുള്ള സർജറീസും പ്ലാസ്റ്റിക് സർജറിയിൽ അവൈലബിൾ ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാല് മുറിച്ച് മാറ്റണ്ടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കുറേ നാള് കിടപ്പിലായ രോഗികൾ, അവരുടെ പുറം ഭാഗത്ത് അൾസറും പല രീതികളിലും അൾസറും പല ഡെപ്തിലും അൾസേഴ്സ് വരാം. അപ്പം ആ അൾസർ ചിലപ്പം ഇൻഫെക്റ്റഡ് ആവാം. ആ ഇൻഫെക്ഷൻ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറി ബ്ലഡിൽ പടർന്ന് പന്തളിച്ച് അതൊരു സെപ്സിസ് എന്ന കണ്ടീഷൻ വരെ ആയി മാറാം. അപ്പം അങ്ങനത്തെ ഈ പ്രഷർ അൾസേഴ്സ് എന്നറിയുന്ന അൾസേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നും പ്ലാസ്റ്റിക് സർജൻ്റെ റോൾ എന്താണെന്നതിലെന്നും ഒന്ന് പറഞ്ഞുതരാം. പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ലാംഗ്വേജിൽ എല്ലാവർക്കും അറിയുന്ന പോലെ ബെഡ് സോർ എന്ന് പറയും. ഈ ബെഡ് സോറ് കിടപ്പിലായ രോഗികൾക്കാണ് നമുക്കറിയാം. അവരുടെ മുതുകിൻ്റെ പുറകിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മാത്രമല്ല തലയുടെ പുറകിൽ വരാം, അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ കൈപ്പലകയുടെ പുറകിൽ വരാം, പിന്നെ ഹീലിൻ്റെ, അതായത് കാലിൻ്റെ ഉപ്പൂറ്റി എന്ന് പറയും, അതിൻ്റെ പുറകിൽ വരാം. എവിടെയാണോ എല്ലുകൾ തമ്മിൽ ഒട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ അടുത്തിരിക്കുന്നത്, അതിൻ്റെ ഇടയിൽ ഒരു പ്രഷർ പോകാനുള്ള ഒരു പാഡിങ് ഇല്ലാതെ എവിടെയാണോ അവിടെയൊക്കെ അൾസേഴ്സ് വരാം. അപ്പോൾ പ്ലാസ്റ്റിക് സർജറി ആദ്യം തന്നെ ഇത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ളത് പറയാം. നിങ്ങൾ ചെയ്യേണ്ടത് ഒട്ടും നനവ് അവിടെ ഇല്ലാത്ത രീതിയിലുള്ള കിടക്ക വിരിയിലാണെങ്കിൽ, ഇപ്പം മലമൂത്രം വിസർജനം അറിയാതെ പോകുന്നവരാണെങ്കിൽ അത് മാക്സിമം പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡയപ്പേഴ്സ് ഉപയോഗിക്കുക. ഇനി അഥവാ പോയാൽ തന്നെ എത്രയും പെട്ടെന്ന് ക്ലീനിങ് ചെയ്യുക.
രണ്ടാമത്തത് ഇവരുടെ പൊസിഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. ഒരു 2 മണിക്കൂർ മാക്സിമം, അതിൽ കൂടാൻ പാടില്ല. 1.5 അല്ലെ 2 മണിക്കൂറിനിടയിൽ തന്നെ അവരുടെ ഒരേ കിടപ്പിലുള്ള പൊസിഷൻ മാറ്റണം. ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുക, പിന്നെ 1.5 മണിക്കൂർ കഴിയുമ്പോൾ നേരെ, പിന്നെ 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കിടക്കുക. പിന്നെ ഇരിക്കുന്നവർ, അതായത് വീൽ ചെയറിൽ ഒരുപാട് നേരം ഇരിക്കുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോഴെങ്കിലും ഒന്ന് കൈ കുത്തിയിട്ട് അത് പൊങ്ങി കുറച്ച് നേരം ആ പ്രഷർ റിലീഫ് കൊടുക്കണം. അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ഭാഗത്ത് അൾസേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ന്യൂട്രീഷൻ ഇമ്പ്രൂവ് ചെയ്യണം. അതുപോലെ മോയ്സ്ചർ, നനവൊറ്റും പാടില്ല. ഇനി അവരെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു ബെഡിലേക്ക് മാറ്റുകയാണെങ്കിലും ഇങ്ങനെ വലിച്ച് നിരക്കിക്കൊണ്ട് പോകുന്നതിന് പകരം എടുത്ത് കിടത്തുക. അപ്പോൾ ആ ചെറിയ നിരങ്ങുന്ന സമയത്ത് തന്നെ നനവും കൂടി ഉണ്ടെങ്കിൽ തൊലി പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഈ അൾസേഴ്സ്. അപ്പോൾ ഈ അൾസേഴ്സ് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി നമ്മൾ ആദ്യം പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക. വൂണ്ട് ക്ലീനിങ്, ഡ്രസ്സിങ് കാര്യങ്ങൾ ചെയ്യും. നല്ല ആഴത്തിലേക്ക് പോയതാണെങ്കിൽ നമുക്ക് ദശ എടുത്ത് കളഞ്ഞതിന് ശേഷം അവിടെ തന്നെയുള്ള നമുക്ക് ആ മുതുഭാഗത്തിന് പുറകിലുള്ളതാണെങ്കിൽ അവിടെ തന്നെയുള്ള ദശ നീക്കി വെച്ച് അടയ്ക്കാൻ ശ്രമിക്കാം. ഇനിയിപ്പോൾ വളരെ ആഴത്തിലുള്ള അൾസേഴ്സ്, അതായത് മാസങ്ങളോ വർഷങ്ങളോ ആയ അൾസേഴ്സ് ആണെങ്കിൽ അതിന് വലിയൊരു ക്യാവിറ്റി ആയിരിക്കും. അപ്പോൾ ആ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ക്യാവിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് സ്പെയറബിൾ ആയിട്ടുള്ള, അതായത് എക്സ്പെൻഡബിൾ ആയിട്ടുള്ള, നമുക്ക് വേറെ സ്ഥലത്തു നിന്ന് എടുത്താലും ആ ഭാഗത്ത് പ്രശ്നമില്ലാത്തതാണെങ്കിൽ ആ മാംസപേശികൾ കൊണ്ടുവന്ന് ആ ക്യാവിറ്റി അടച്ച് അത് മുറിവ് ക്ലോസ് ചെയ്യാവുന്നതാണ്. വാക്യൂം ഡ്രസ്സിങ് ചെയ്യുക. ഇനിഷ്യൽ ക്ലീനിങ് സ്റ്റേജിൽ ആഴത്തിലുള്ള അൾസറാണ്, ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വാക്യൂം ഡ്രസ്സിങ്ങുകൾ ചെയ്യാം. ക്ലീൻ ആയതിനു ശേഷം നമുക്ക് പിന്നെ തൊലിയോ ചർമ്മമോ അല്ലെങ്കിൽ ദശ എടുത്ത് വയ്ക്കാനുള്ള സർജറീസും അവൈലബിൾ ആണ്. ബൈക്കിൽ കൈ കുടുങ്ങി കൈ വിരലുകൾ അറ്റുപോകാനും കൈ പത്തി അറ്റുപോകാനും ഒക്കെ സാധ്യതയുള്ള ഒരു കാര്യമാണല്ലോ. അതെങ്ങനെയാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? സാർ ഒന്ന് പറഞ്ഞുതരാം. എസ്പെഷ്യലി ഇത് വളരെ ചെറുപ്പക്കാരായ ആളുകൾ ആദ്യമായിട്ട് ബൈക്ക് മേടിക്കുമ്പോൾ അവർ ക്ലീൻ ചെയ്യുമ്പോഴാണ് യൂഷ്വലി നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവർ ചെയ്യേണ്ടത് കൈ വെച്ച് അത് ക്ലീൻ ചെയ്യുന്നതിന് പകരം ഈ ഒരു ലോങ് ബ്രഷ്, നീളമുള്ള ഒരു ബ്രഷ്, അതിപ്പം വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് ആണെങ്കിലും അതിൻ്റെ അറ്റത്ത് തുണി തിരുകാതിരിക്കുക. തുണി ഇല്ലാണ്ട് തന്നെ ബ്രഷ് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. ഇപ്പോൾ ഇവർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇവർ ബൈക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് ചെയിൻ വലിയ സമയത്ത് ക്ലോത്തൊക്കെ ആണെങ്കിൽ അതിനകത്ത് കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴാണ് കൈ അങ്ങോട്ട് ഉള്ളിലേക്ക് പെട്ടുപോയിട്ടാണ് യൂഷ്വലി അറ്റു പോകുന്നത്. അപ്പോൾ അത് ക്ലോത്ത് ഉപയോഗിക്കാതിരിക്കുക, ലോങ് ബ്രഷ്, സ്ട്രോങ് ആയിട്ടുള്ള ലോങ് ബ്രഷ് ഉപയോഗിക്കുക. ഇതാണ് ഇതിന് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മിക്സിയിൽ അരഞ്ഞോന്ന് നോക്കാനായിട്ട് കൈ ഇടുന്നത് അത് ഒട്ടും സേഫ് അല്ല. ഒന്നെങ്കിൽ മിക്സി ഓഫ് ചെയ്തതിന് ശേഷം മാത്രം അത് നോക്കുക. അതുപോലെ അടപ്പ്, മിക്സിയുടെ അടപ്പ്, മിക്സി വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടപ്പ് സ്ട്രോങ് ആയിട്ട് ലോക്ക് ചെയ്യുന്നുള്ള ജാർസ് അങ്ങനെയുള്ള മിക്സി മാത്രം ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക. ഡയാലിസിസ് രോഗികളെ AV ഫിസ്റ്റുല എന്ന് പറഞ്ഞ ഒരു ഫിസ്റ്റുല ഉണ്ടാക്കാൻ പ്ലാസ്റ്റിക് സർജൻസ് ആണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. അപ്പം എന്താണ് AV ഫിസ്റ്റുല എന്നും ഡയാലിസിസ് രോഗികളെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നും സാർ ഒന്ന് പറഞ്ഞുതരാം. ഡയാലിസിസ് പേഷ്യൻസിന് സാധാരണ ഡയാലിസിസ് കുറച്ച് മാസത്തിലല്ല, ആഴ്ചകളിൽ 1, 2, 3 ചിലപ്പോൾ അതിൽ കൂടുതലോ വേണ്ടിയായിട്ട് വരാം. അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു ആക്സസ് അവർക്ക് അത്യാവശ്യമാണ്. അത് നമ്മൾ ചെയ്യുന്നത് കയ്യിലാണ് യൂഷ്വലി ചെയ്യുക. കയ്യിൽ 2 രക്തക്കുഴലുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഫിസ്റ്റുല എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫിസ്റ്റുല ഉണ്ടാക്കുന്നത് ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. ആ ഫിസ്റ്റുല ഉണ്ടാക്കിയതിന് ശേഷം അവർക്ക് അതിലൂടെ അത് മെച്ചുറായി കഴിഞ്ഞതിന് ശേഷം അതിൽ അവർക്കൂടെ ഡയാലിസിസ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഇനി ഈ ഫിസ്റ്റുല ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് നാൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇതിനകത്ത് പങ്ക്ചർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാം, അല്ലെങ്കിൽ അതിൽ രക്തക്കെട്ട വന്ന് അടഞ്ഞത് ഫുൾ ബ്ലോക്കായി പോകാം. അപ്പോൾ അധികം വൈകാതെ, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വന്ന് അല്ലെങ്കിൽ ഒരു കുത്തുന്ന സമയത്ത് ചിലപ്പോൾ അറിയാതെ ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഡയാലിസിൻ്റെ സമയത്ത് കുത്തുമ്പോൾ വേറെ അടുത്തുള്ള രക്തക്കുഴലുകളിൽ കുത്തി പൊട്ടി അത് വലിയ ബ്ലീഡിങ് ആയിട്ട് നീർക്കെട്ടായിട്ട് അവിടെ വരാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അധികം വൈകാതെ തന്നെ അതിൻ്റെ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫിസ്റ്റുല സേവ് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ആ ഫിസ്റ്റുല ബ്ലോക്കായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വേറെ സ്ഥലത്ത് ഉണ്ടാക്കേണ്ടി വരും. അപ്പം ഫിസ്റ്റുല ഒന്നുകിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വലിയ ബ്ലീഡിങ് ഉണ്ടാകും, അത് പെട്ടെന്ന് നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത് അത് റിപ്പയർ ചെയ്യുക. ഇനി ബ്ലീഡിങ് ഉണ്ടായി അല്ലെങ്കിൽ അതിൽ രക്തക്കെട്ട വന്ന് അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അത് ആ രക്തക്കെട്ട എടുത്ത് കളഞ്ഞിട്ട് ആ ഒരു ഫിസ്റ്റുല സേവ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് പ്ലാസ്റ്റിക് സർജറിയിൽ അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക് സർജറീൻ്റെ ഒരു വലിയ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യമാണ് കോസ്മെറ്റിക് സർജറി. അത് പലതും ആവാം. അപ്പം എന്തൊക്കെയാണ് പ്ലാസ്റ്റിക് സർജൻ ചെയ്യുന്ന കോസ്മെറ്റിക് ചികിത്സകൾ?
അതും കോസ്മെറ്റിക് സർജറി എന്തൊക്കെയാണ് ചെയ്യുന്നത്, തല മുതൽ കാല് വരെ നമുക്ക് കോസ്മെറ്റിക് സർജറി, പ്ലാസ്റ്റിക് സർജറിയിൽ ചെയ്യുന്നതാണ്. തലയിൽ നോക്കുകയാണെങ്കിൽ മുടി വളർച്ച കുറവാണെങ്കിൽ നമുക്ക് PRP അല്ലെങ്കിൽ GFC ചെയ്യാം. ഇനി അതിലൊന്നും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് തരാം. അതിലും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പോകാം. പിന്നെ അതിന് താഴേക്ക് മുഖത്തെ സൗന്ദര്യമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത്. അതിന് നമുക്ക് ഇപ്പം നെറ്റിയിൽ റിങ്കിൾസ്, ചുളിവുകൾ കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുഖത്തെ എവിടെയെങ്കിലും ചുളിവുകൾ കൂടുകയാണെങ്കിൽ അതിനുള്ള ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇനി ആ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ്സിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊഴുപ്പെടുത്ത് വെച്ചിട്ട് ആ ചുളിവുകൾ കുറയ്ക്കാൻ പറ്റും. പിന്നെ കൺപോളകളുടെ തൂങ്ങി കുറച്ച് പ്രായമാകുമ്പോഴേക്കും നമുക്ക് കൺപോളകൾ തൂങ്ങി നമ്മുടെ ഒരു വൃത്തികേടായിട്ട് തോന്നുക, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയ്ക്കൊരു പരിമിതിയിലേക്ക് വരുവാണെങ്കിൽ അത് ബ്ലിഫറോപ്ലാസ്റ്റി എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി പുരികങ്ങൾ ഷേപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ മൂക്കിൻ്റെ ആകൃതി മാറ്റാൻ ലെങ്തോ അല്ലെങ്കിൽ വിഡ്ത്തോ, വീതി കൂടുതലാണെങ്കിൽ നീളം കൂടുതലാണെങ്കിൽ അത് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. പിന്നെ ടിപ്പ് അത്ര ഭംഗിയുള്ളതല്ലെങ്കിൽ നമുക്ക് ടിപ്പ് ഇമ്പ്രൂവ് ചെയ്യാം. അതുപോലെ ലിപ്സ്, ചീക്ക്, ചെവിയുടെ ഷേപ്പ്, ചിലരുടെ ചെവി വളരെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിരിക്കും, അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചുളിവുകൾ താഴേക്ക്. അതുപോലെ തന്നെ പിന്നെ ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ് എന്ന് പറയും. ചെറിയ സൈസുള്ള ബ്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇംപ്ലാന്റ് വെച്ച് നമുക്ക് പ്രൊജക്ഷൻ കൂട്ടാൻ പറ്റും. ഇനി സൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് റിഡക്ഷൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ സ്ത്രീകളിൽ തന്നെ വയറ് കുറേ 1-2 പ്രഗ്നൻസി ചൈൽഡ് ബർത്തിന് ശേഷം വയറ് ഭയങ്കരമായിട്ട് തൂങ്ങിയതായിട്ട് കാണാം. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ലൈപ്പോസെക്ഷനോ അല്ലെങ്കിൽ ലൈപ്പോസെക്ഷൻ്റെ കൂടെ ടമ്മി ടക്ക് എന്ന പ്രൊസീജിയറും ചെയ്യാൻ പറ്റും. അതിന് താഴേക്ക് ബട്ടക്ക് ഓഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ കാഫ് ഓഗ്മെൻറ്റേഷൻ, ഇനി തൈസിൻ്റെ സൈസ് റിഡക്ഷൻ, ഇതെല്ലാം ചെയ്യാം. അതുപോലെ കൈപ്പത്തികൾ നമ്മുടെ വയസ്സായ പോലെ തോന്നിക്കുകയാണ്, ഒരുപാട് ചുളിവുകളുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച് ഒരു 10-20 ഇയേഴ്സ് യങ്ങർ ഉള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഉള്ള കോസ്മെറ്റിക് സർജറീസ്. അതുപോലെ തന്നെ ആണുങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കോസ്മെറ്റിക് സർജറിയാണ് ഗൈനക്കോമാസ്റ്റി എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കോസ്മെറ്റിക് സർജറി എന്ന് തന്നെ പറയാം ഗൈനക്കോമാസ്റ്റിയ, ആണുങ്ങളിലുള്ള സ്ഥാന വളർച്ച. അത് നമുക്ക് ഒരു ഡേ കെയർ ആയിട്ടോ അല്ലെ ഒറ്റ ദിവസത്തെ അഡ്മിഷനിൽ മാത്രം ചെയ്തു പോകാവുന്ന ഒരു പ്രൊസീജിയറാണ്. ഒരുപാട് റെസ്റ്റോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല, ഒരുപാട് വേദനയൊന്നുമില്ല, ഒറ്റ ദിവസം കൊണ്ട് തന്നെ റെഡിയാവുന്നതാണ്. അതിൻ്റെ റെസ്റ്റ് എന്നുള്ള പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചവിടെ ജോലി സ്ഥലത്തേക്ക് പഠന സ്ഥലത്തേക്ക് പോകാവുന്നതാണ്. പവർ വോയിസിലെ വേറൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും ഒരു മെഡിക്കലി റെലവൻറ്റ് വിഷയമായിട്ട് വേറൊരു ദിവസം നമുക്ക് കാണാം. അതുവരെ താങ്ക് യു, ഗുഡ് ബൈ.